വെള്ള ജേഴ്സി അണിഞ്ഞ സ്പാനിഷ് ഭീമന്മാർ റയൽ മാഡ്രിഡ് അവരുടെ പൗരാണിക പാരമ്പര്യവുമായി ഇറങ്ങുമ്പോൾ അന്തരീക്ഷം തന്നെ വൈദ്യുതിയായി മാറുന്നുണ്ടായിരുന്നു. കൈറാറ്റിന്റെ ആരാധകർ സ്വപ്നം കണ്ടിരുന്ന സ്വന്തം മൈതാനത്ത് യൂറോപ്പിലെ വലിയ ടീം ഒരിക്കൽ പോലും ചെറുത്തു നിൽക്കാനാവുമോ എന്നതായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഏക ഭയം. എന്നാൽ കളിയുടെ ആദ്യ നിമിഷം മുതൽ റയൽ മാഡ്രിഡ് അതിന്റെ താളം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബോളിംഗ് പൊസിഷനും പാസിംഗ് കൺട്രോളും സ്പാനിഷ് ടീം പൂർണ്ണമായും നിയന്ത്രിക്കുകയാണ്. എംബാപ്പെ, വിനീഷ്യസ്, റോഡ്രിഗോ എന്നീ ആക്രമണ ത്രയങ്ങൾ കൈറാറ്റിന്റെ പ്രതിരോധം തകർക്കാനുള്ള പാതകൾ നിരന്തരം വഴിവെട്ടി തെളിക്കുകയായിരുന്നു. പന്ത് നിലത്ത് വീണാൽ തന്നെ മാഡ്രിഡ് അത് വീണ്ടെടുക്കുന്ന കാഴ്ചയാണ് ആരാധകർ കാണുകയും ചെയ്തത്. അതൊരു സിംഫണിയായിരുന്നു. പാസുകൾ, സ്പ്രിന്റുകൾ, ഇടയിലൂടെ സംഗീതം പോലെ പന്ത് സഞ്ചരിച്ച ഒരു കളി. ആദ്യ 20 മിനിറ്റുകൾ കൈറാറ്റ് പ്രതിരോധം കൃത്യമായി നയിച്ച് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. ഗോൾ കീപ്പർ സെൻബറ്റോവിന്റെ അത്ഭുത രക്ഷകളും ബാക്ക് ലൈനിലെ അടുക്കപ്പണികളും റയൽ മാഡ്രിഡിന് ചില നേരമെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും കളിയുടെ വേഗതയിൽ മാറിമറിഞ്ഞത് 25-ാം മിനിറ്റിലാണ്. ബോക്സിനകത്ത് ഫ്രാങ്കോയെ കൈറാറ്റ് ഡിഫൻഡർ വീഴ്ത്തിയപ്പോൾ റഫറി സംശയമില്ലാതെ പെനാൽറ്റിയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. പന്തിനരികിൽ എംബാപ്പെ എത്തിയിരിക്കുകയാണ്. സ്റ്റേഡിയം മുഴുവൻ നിശബ്ദമായിരിക്കുകയാണ്. ഫ്രഞ്ച് താരങ്ങളുടെ സിഗ്നേച്ചർ ചുവടുകൾ, ഹൃദയമിടിപ്പ് പോലെ അളന്നു നോക്കപ്പെടുന്ന കണ്ണുകൾ. പിന്നെ ഒരു പൊടിപടലം പാറി പറക്കുകയായിരുന്നു. പന്ത് വലയിലേക്ക് തുളച്ചു കയറി. ഗോൾ! റയൽ മാഡ്രിഡ് ലീഡ് നേടിയിരിക്കുകയാണ്. സ്റ്റേഡിയം മുഴുവൻ വെളുത്ത ജേഴ്സികൾ ആഘോഷത്തോടെ ചാടി മറിയുമ്പോൾ എംബാപ്പെ അതിന്റെ ശാന്തതയിൽ നിന്ന് നീങ്ങിയിട്ടില്ല. തന്റെ ഹാട്രിക്കിന്റെ തുടക്കം വെക്കുന്നതിനായി തോന്നിയതായിരുന്നു ആ ഗോൾ തന്നെ. മാഡ്രിഡിന്റെ ആദ്യ ഗോളിന് ശേഷവും കൈറാറ്റ് പൂർണ്ണമായും തളർന്നു പോയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ യുവ പ്രതിരോധ താരം എർക്കിനോവ് ടീമിന്റെ ആത്മവിശ്വാസം നിലനിർത്താൻ ശ്രമിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അവർ കൗണ്ടർ അറ്റാക്കുകൾ ആസൂത്രണം ചെയ്തുവെങ്കിലും മാഡ്രിഡിന്റെ സെൻട്രൽ ഡിഫൻഡർമാരായ റൂഡിഗറും അലബയും ഒരുമിച്ച് അവർക്കൊരു അവസരം പോലും നൽകിയിട്ടില്ല. 37-ാം മിനിറ്റിൽ കൈറാറ്റ് ഫോർവേഡ് സെയ്ദുല്ലദേവ് കോർട്ടോയിസിനെ വലയിലേക്ക് കടത്തിയെങ്കിലും ബാൾജിയൻ ഗോൾ കീപ്പറിന്റെ കൈകൾ അതിൽ മതിലായി മാറുകയായിരുന്നു. അതാണ് റയലിന്റെ വിശ്വാസമെന്ന് സ്പാനിഷ് കമന്റേറ്റർ പറഞ്ഞത് ആവേശത്തിൽ മുങ്ങിയ പ്രേക്ഷകരെ പോലും സമ്മതിപ്പിക്കുന്ന തരത്തിലായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ 1-0. മുഴുവൻ കളിയുടെ ദിശ മുഴുവനും റയലിന്റെ നിയന്ത്രണത്തിലായിരുന്നു. കൈറാറ്റ് അവരുടെ എല്ലാ കരുത്തും പ്രതിരോധത്തിലേക്ക് കൈനീട്ടി വെക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അവർക്കറിയാമായിരുന്നു രണ്ടാം പകുതിയിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകുമെന്ന്. രണ്ടാം പകുതി തുടങ്ങുമ്പോൾ മാഡ്രിഡ് പാസിംഗിന്റെ വേഗത ഇരട്ടിയാക്കിയിട്ടുണ്ട്. ടോണി ക്രൂസ് മധ്യനിരയിൽ നിന്ന് സംഗീത സംവിധായകനെ പോലെ പന്ത് നിയന്ത്രിക്കുന്നുണ്ട്. 52-ാം മിനിറ്റിൽ തീബോട്ട് കോർട്ടോയിസ് തന്നെ ഒരു പന്ത് ദീർഘദൂരത്തിൽ നിന്ന് അടിച്ചു കയറ്റുകയായിരുന്നു. അതൊരു മിന്നൽ പോലെ എംബാപ്പെ സ്വീകരിക്കുകയും ചെയ്തു. പന്ത് നിലത്ത് പതിക്കുന്നതിന് മുൻപ് തന്നെ എംബാപ്പെ വേഗത്തിന്റെ അതിരുകൾ തകർത്തുകൊണ്ട് ബോക്സിലേക്ക് കടക്കുകയാണ്. ഗോൾ കീപ്പറെ മറികടന്ന ശേഷം ഇടത് കാലിന്റെ സ്പർശനം അത്രയേറെ കൃത്യതയോടെയും അത്രയേറെ മനോഹാരിതയോടുകൂടി പന്ത് വലയുടെ മുകൾ ഭാഗത്തേക്ക് പതിപ്പിച്ചു. 2-0. ആരാധകർ ആവേശത്തിൽ കൈയടിച്ചിരിക്കുകയാണ്. പെനാൽറ്റി പ്രതിരോധം ആ സമയം പിളർന്നു പോയിട്ടുണ്ടായിരുന്നു. എംബാപ്പയുടെ വേഗത, കൃത്യത, ശാന്തത എല്ലാം ചേർന്ന ആ ഗോൾ ഗസ്സയിലെ കലയുടെ ശുദ്ധ രൂപമായിരുന്നു. എംബാപ്പെ തന്നെ മൂന്നാമത്തെ ഗോൾ നേടുന്നത് 73-ാം മിനിറ്റിലാണ്. ആർഡ ഗുലിയറിന്റെ മിഡ്ഫീൽഡ് പാസ് അത്ര കൃത്യമായിരുന്നു. അത് എംബാപ്പയുടെ വേഗത്തോട് ചേർന്നപ്പോൾ പന്ത് സ്വയം പാടുന്നത് പോലെ തോന്നുന്നുണ്ടായിരുന്നു. ബോക്സിന്റെ വലതുവശത്ത് നിന്നും അത്ഭുതകരമായൊരു ഫിനിഷിംഗ് ആണ് നടത്തിയത്. പന്ത് ഗോൾ പോസ്റ്റിന്റെ മുകളിൽ നിന്ന് വലയിലേക്ക് പതിച്ചിരിക്കുകയാണ്. ഹാട്രിക്! റയൽ മാഡ്രിഡ് ആരാധകർ കയ്യടികളാൽ നിറച്ചിരിക്കുകയാണ് സ്റ്റേഡിയത്തെ. സഹതാരങ്ങൾ ഓടിയെത്തി എംബാപ്പയെ ചുറ്റിപ്പിടിച്ച് ചുംബിച്ചിരിക്കുകയാണ്. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഒരു നിമിഷം നിശബ്ദനായി നിൽക്കുകയാണ് എംബാപ്പെ. അതൊരു രാജാവിന്റെ നിമിഷമായിരുന്നു. ഈ സീസണിലെ 15-ാമത്തെ ഗോൾ, അദ്ദേഹത്തിന്റെ ചാമ്പ്യൻസ് ലീഗ് കരിയറിലെ 60-ാമത്തെ ഗോൾ. ലോക ഫുട്ബോൾ ചരിത്രത്തിൽ ആകെ 5-ാമത്തെ വേഗതയിൽ 60 ഗോളുകൾ നേടുന്ന താരമായി എംബാപ്പെ സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. മത്സരത്തിന്റെ അവസാന 10 മിനിറ്റുകളിൽ റയൽ മാഡ്രിഡ് അവരുടെ പകരക്കാരെ ഇറക്കി കളിപ്പിക്കുകയായിരുന്നു. അതുപോലും കൈറാറ്റിനൊരു ദുസ്വപ്നമായിരുന്നു. 83-ാം മിനിറ്റിൽ കമവിംഗ റോഡ്രിഗോയുടെ പാസിൽ നിന്ന് മനോഹരമായ ഒരു ലോങ് ഷോട്ട് നേടി സ്കോർ 4-0 എത്തിച്ചിരിക്കുകയാണ്. അതിനുശേഷം സ്റ്റേഡിയം മുഴുവൻ ഹല മാഡ്രിഡ് എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്റ്റോപ്പേജ് സമയത്ത് ഗാർസിയുടെ കൃത്യമായ പാസ് ഉപയോഗിച്ച് ഇബ്രാഹിം ഡയസ് 5-ാം ഗോൾ നേടി 5-0 എന്ന നിശ്ചലമായിട്ടുള്ള സ്കോറിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതൊരു വിജയ ഗോൾ മാത്രമായിരുന്നില്ല, അതൊരു പ്രഖ്യാപനം കൂടിയായിരുന്നു. യൂറോപ്പിന്റെ രാജാക്കന്മാർ മടങ്ങിയെത്തിയിരിക്കുന്നു എന്നൊരു വലിയ പ്രഖ്യാപനം. റയൽ മാഡ്രിഡ് വീണ്ടും അവരുടെ പ്രതാപത്തെ തെളിയിച്ചിരിക്കുകയാണ്. ലോകം മുഴുവൻ അതിൽ വിസ്മയിച്ചിരിക്കുകയാണ്. മത്സരം അവസാനിച്ചതിന് ശേഷം മീഡിയയുടെ കണ്ണുകൾ മുഴുവൻ എംബാപ്പയുടെ മുഖത്തേക്കായിരുന്നു. തന്റെ ഓരോ ചുവടും, ഓരോ സ്പ്രിന്റും, ഓരോ ഫിനിഷിങ്ങും ഒരു കലാസൃഷ്ടിയായി മാറ്റിയ ഒരു 25 വയസ്സുകാരനായ ഫ്രഞ്ച് താരത്തിന്റെ പ്രകടനം ഈ സീസണിലെ ഏറ്റവും പൂർണ്ണമായൊരു മത്സര പ്രകടനത്തിൽ ഒന്നായിരുന്നു.
അദ്ദേഹം ഗോൾ നേടുന്നില്ലെങ്കിൽ പോലും കളി നിയന്ത്രിക്കുന്നു എന്ന് റയൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എംബാപ്പയുടെ വേഗം മാത്രമല്ല, തീരുമാനമെടുക്കാനുള്ള കൃത്യതയും ടീം ആത്മാവും തന്നെയാണ് റയലിന്റെ വിജയത്തിന്റെ ചാവിക്കോലായിട്ടുള്ളത്. ആരാധകർ പറയുന്നുണ്ട്, ക്രിസ്ത്യാനോ കഴിഞ്ഞപ്പോൾ രാജ്യം ശൂന്യമായിരുന്നു, ഇപ്പോൾ എംബാപ്പെ ആ കിരീടം നേടിയിരിക്കുകയാണ്. ഗാലസ്കോയുടെ ചരിത്രം പുതിയൊരു അധ്യായത്തിലേക്ക് കയറുന്നതിന്റെ അടയാളം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. തകർപ്പന് ഒരു തോൽവി സമ്മാനിച്ചിട്ടുണ്ടെങ്കിലും കൈറാറ്റിന്റെ പ്രകടനത്തിൽ ധൈര്യവും ബഹുമാനവും പ്രകടമായിരുന്നു. അവരുടെ പ്രതിരോധം ആദ്യ പകുതിയിൽ ശാസ്ത്രീയമായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മാഡ്രിഡിന്റെ വേഗത്തെയും കഴിവിനെയും ചെറുക്കാൻ അവർക്കായിട്ടില്ല. മത്സരശേഷം കൈറാറ്റ് കോച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നാം ഈ തോൽവിയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളും. റയൽ മാഡ്രിഡിനെതിരായി കളിക്കുന്നത് തന്നെ ഒരു പാഠമാണ്. യുവതാരങ്ങൾക്കായി മത്സരം വലിയ അനുഭവമായിരുന്നു സമ്മാനിച്ചിട്ടുള്ളത്. അവർ യൂറോപ്പിലെ മികച്ച താരങ്ങളുടെ പാഠം നേരിട്ട് പഠിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ മത്സരം കഴിഞ്ഞിട്ടും കൈറാറ്റ് താരങ്ങൾക്ക് കയ്യടി നൽകി. അതാണ് സ്പോർട്സ്മാൻഷിപ്പിന്റെ ആത്മാവ്. അവർ തോറ്റെങ്കിലും ആത്മാഭിമാനത്തോടെയാണ് തോറ്റിരിക്കുന്നത്. അതേ രാത്രിയിൽ ഇറ്റാലിയൻ ബെൽഗോവിൽ നടന്ന മറ്റൊരു ഉന്മാദകരമായ മത്സരം നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് സ്പോർട്സ്മാൻഷിപ്പിന്റെ ആത്മാവ്. അവർ തോറ്റെങ്കിലും അഭിമാനത്തോടെയാണ് തോറ്റിരിക്കുന്നത്.